വിശ്വസിച്ച് ഏൽപ്പിച്ച 11-കാരിയെ ഉസ്താദ് പീഡിപ്പിച്ചത് പലതവണ. 11-കാരിയെ അതിഗുരുതരമായ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ മദ്രസാധ്യാപകനായ പ്രതിക്കു 81 വർഷം കഠിന തടവിനും 1.5 ലക്ഷം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ചു. താഴേക്കോട് കാപ്പുപറമ്പ് കോടമ്പി വീട്ടിൽ മുഹമ്മദ് ആഷിഖിനെയാണ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എസ് സൂരജ് ശിക്ഷിച്ചത്. 13-കാരിയെ പീഡിപ്പിച്ചെന്ന സമാനമായ മറ്റൊരു കേസിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രതിയെ 61 വർഷം കഠിന തടവിനും 1.25 ലക്ഷം രൂപ 1,25,000 രൂപ പിഴയടക്കുന്നതിനും ഇതേ കോടതി ശിക്ഷിച്ചിരുന്നു. 2019 ഏപ്രിലായിരുന്നു രണ്ടാമത്തെ കേസിനാസ്പദമായ സംഭവം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 2 വകുപ്പുകളിൽ 25 വർഷം വീതം കഠിന തടവും 50,000 രൂപ വീതം പിഴയും, മറ്റൊരു വകുപ്പിൽ 30 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. കൂടാതെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം 1 വർഷം കഠിന തടവുമുണ്ട്. ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കാം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പോക്സോ വകുപ്പുകളിൽ പ്രത്യേകം ശിക്ഷ പറഞ്ഞിട്ടില്ല. പ്രതി പിഴയടക്കുന്ന പക്ഷം 1 ലക്ഷം രൂപ അതിജീവിതക്ക് നൽകാനും ഉത്തരവായി. വീട്ടിൽ വെച്ച് മന്ത്രിച്ച് ചരടും മറ്റും നൽകി വരുന്ന ഉസ്താദ് പെൺകുട്ടിയുടെ ബന്ധുക്കളുമായി ഏറെ അടുപ്പം പുലർത്തുന്ന വ്യക്തിയായിരുന്നു. തുടർന്ന് ഇതിന്റെ ഭാഗമായി പഠന ആവശ്യാർത്ഥമാണ് പലതവണ പ്രതി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. വീട്ടുകാർ ഉസ്താദിനെ ഏറെ ബഹുമാനിക്കുന്നതുകൊണ്ടുതന്നെ സംഭവം പെൺകുട്ടി വീട്ടുകാരോട് പറയാൻ ഭയന്നിരുന്നു. പിന്നീടാണ് മറ്റൊരു വിഷയത്തിൽ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയപ്പോൾ സംഭവം പറഞ്ഞത്. പെൺകുട്ടിയെ ഉസ്താദിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതായിരുന്നു വീട്ടുകാർ. സംരക്ഷകനായ വ്യക്തി തന്നെ പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ക്രൂരമായ പീഡനമായതിനാലുമാണ് ശിക്ഷ 81 വർഷം വരെയായത്. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സുനിൽ പുളിക്കൽ, SI-മാരായ സന്തോഷ് കുമാർ, CK നൌഷാദ് എന്നിവരാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സപ്ന പരമേശ്വരത്ത് ഹാജരായി. പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. സമാനമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി 11-കാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിക്കു 6 വർഷ കഠിന തടവും 27,000 രൂപ പിഴയടക്കാനും അടച്ചില്ലെങ്കിൽ 7 മാസം അധിക തടവിനും പെരിന്തൽമണ്ണ കോടതി ശിക്ഷിച്ചു. വെങ്ങാട് അംബേദ്കർ കോളനിയിലെ കണിയാമുക്ക് പറമ്പിൽ മുഹമ്മദ് സുഹൈലിനെയാണ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എസ് സൂരജ് ശിക്ഷിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് പ്രകാരം 1 വർഷ കഠിന തടവിനും 2,000 രൂപ പിഴയും, പോക്സോ വകുപ്പ് പ്രകാരം 5 വർഷ കഠിന തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. പിഴയടക്കുന്ന പക്ഷം 25,000 രൂപ അതിജീവിതക്ക് നൽകാനും ഉത്തരവിട്ടു. 2022 മെയ് 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊളത്തൂർ SI ആയിരുന്ന ഉദയകുമാറും ഇൻസ്പെക്ടറായ A സജിത്തുമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി ഈ കേസിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സപ്ന P പരമേശ്വരത്ത് ഹാജരായി.